ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടുന്ന ഓരോ ഭക്തനും തന്റെ സർവസ്വവും സമർപ്പിക്കുന്നത് ആ മണികണ്ഠന്റെ പാതാരവിന്ദങ്ങളിലാണ്. എന്നാൽ ഭക്തർ സമർപ്പിച്ച ആ തങ്കവും പവിത്രമായ വിഗ്രഹങ്ങളും പോലും സുരക്ഷിതമല്ലാത്തൊരിടമായി ശബരിമല മാറി. അറ്റകുറ്റപ്പണിയുടെയും മിനുക്കുപണിയുടെയും മറവിൽ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സന്നിധാനത്ത് നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ തണലിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയോട് നടന്ന അതിഭീകരമായ ഒരു പകൽ കൊള്ളയാണ്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ തീക്കനൽ കോരിയിടുന്ന ഈ മഹാപാതകത്തിന്റെ ചുരുളുകൾ ഓരോന്നായി അഴിയുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരും തന്നെയാണ്. ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാൻ മുൻപന്തിയിൽ നിന്നൊരു ഭരണകൂടത്തിന് അവിടുത്തെ സ്വത്ത് സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാകുമെന്നത് തുടക്കം മുതലേ വലിയ ചോദ്യചിഹ്നമായിരുന്നു. ഈ കൊള്ളയുടെ തുടക്കം 2019 നടന്ന അറ്റകുറ്റപ്പണികളിൽ നിന്നാണ്. സാധാരണഗതിയിൽ തന്ത്രിയുടെയും ക്ഷേത്ര ആചാര സംരക്ഷകരുടെയും കർശന മേൽനോട്ടത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ നിയമിതരായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതോടെയാണ് കൊള്ളയ്ക്ക് വഴി തുറന്നത്. ശ്രീകോവിലിന് മുകളിൽ പ്രതിഷ്ഠയ്ക്ക് തുല്യം പൂജിക്കപ്പെടുന്ന താഴിക കുടങ്ങളുണ്ടല്ലോ, അത് ഇളക്കിയെടുത്ത് പമ്പ വരെ എത്തിച്ചു എന്നത് അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ്. അതിൽ യാതൊരു ന്യായീകരണവുമില്ല. സായുധ പോലീസിന്റെയും CCTV ക്യാമറകളുടെയും നിരീക്ഷണത്തിലുള്ള ഒരു അതീവ സുരക്ഷാ മേഖലയിൽ അവിടെ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ഈ വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഉന്നത തലത്തിലുള്ള അനുമതിയില്ലാതെ സാധ്യമല്ല. ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നത്. 1998 വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ചത് കേവലം സ്വർണമല്ല, മറിച്ച് ഭാരതീയ ശില്പകലയുടെ അത്ഭുതങ്ങൾ കൂടിയായിരുന്നു. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും ആലേഖനം ചെയ്ത പ്രഭാമണ്ഡലം, ശൈവ വൈഷ്ണവ രൂപങ്ങൾ, അത് തുളുമ്പുന്ന പാളികൾ എന്നിവയിൽ ശ്രീകോവിൽ മനോഹരമായിരുന്നു. 100 കിലോയോളം ഭാരമുള്ള ഈ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി? SIT റിപ്പോർട്ട് അനുസരിച്ച് 42.1 കിലോ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. എന്തിനായിരുന്നു ഈ നീക്കം? സർക്കാർ പറയുന്നത് ഇവ മിനുക്കാനായിരുന്നു എന്നാണ്. എന്നാൽ പവിത്രമായ ശ്രീകോവിൽ പാളികൾ എന്തിന് കേരളത്തിന് പുറത്തെ ഒരു സ്വകാര്യ ലാബിലേക്ക് അയച്ചു? അവിടെ വെച്ച് ഈ പാളികൾ രാസമിശ്രിതം ഉപയോഗിച്ച് ഉരുക്കി കട്ടകളാക്കി മാറ്റിയെന്നാണ് വിവരം. ഇങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ഒരു വലിയ ഭാഗം മുക്കി എന്നാണ് സംശയം. ഇതിൽ 2 കിലോ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് SIT സമ്മതിക്കുമ്പോഴും യഥാർത്ഥ നഷ്ടം 100 കിലോയ്ക്ക് മുകളിലാണെന്ന് ഭക്തർ ഭയപ്പെടുന്നുണ്ട്. ഏതൊരു ക്ഷേത്രത്തിലും സ്വർണത്തിന്റെയും ആഭരണങ്ങളുടെയും കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നത് തിരുവാഭരണം രജിസ്റ്റർ വഴിയാണ്. ശബരിമലയിലെ ഈ സുപ്രധാന രേഖ നശിപ്പിക്കപ്പെട്ടു എന്നത് ഈ കൊള്ളയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. പഴയ കണക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയതായി എത്ര എണ്ണം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്താൻ സാധിക്കൂ. ഈ രജിസ്റ്റർ നശിപ്പിച്ചതിലൂടെ കൊള്ളക്കാർക്ക് വലിയൊരു സുരക്ഷാ കവചമാണ് സർക്കാർ ഒരുക്കി നൽകിയത്. വിജയ് മല്യ സമർപ്പിച്ച 30.3 കിലോ സ്വർണ്ണപ്പാളികളിൽ എത്ര ബാക്കിയുണ്ട് എന്നതിനെ കുറിച്ച് നിലവിൽ ആർക്കും അറിവില്ല. ശ്രീകോവിൽ വാതിലിലെ ദശാവതാര രൂപങ്ങൾ, കട്ടിലയുടെ മുകൾ പടിയിലെ പാളി, 7 പ്രധാന പാളികൾ എന്നിവയെല്ലാം ചെന്നൈയിലെത്തിച്ച് ഒരുക്കിയെടുത്തുവെന്ന വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിലൂടെ വിഗ്രഹങ്ങളിലെയും ശില്പങ്ങളിലെയും സ്വർണം വേർതിരിച്ചെടുക്കുന്ന വലിയൊരു ശൃംഖല തന്നെ ഈ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണഗതിയിൽ ഒരു മന്ത്രി വിദേശയാത്രകൾ നടത്തുമ്പോൾ അതിന് കൃത്യമായ പ്രോട്ടോകോളുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കടകംപള്ളിയുടെ പല യാത്രകളും ദുരൂഹത നിറഞ്ഞതായിരുന്നുവെന്ന് IB അഥവാ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ യാത്രകളും സ്വർണ്ണക്കടത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഈ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് ശബരിമലയിലെ ആചാരങ്ങളോട് പുച്ഛമാണെങ്കിലും അവിടുത്തെ സ്വർണത്തോടുള്ള ഈ പ്രത്യേക താല്പര്യം എന്തിനായിരുന്നു? ഈ വിദേശ യാത്രകളിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടന്നോ? ദുബായിലും മറ്റും നടന്ന കൂടിക്കാഴ്ചകളിൽ ശബരിമലയിലെ സ്വർണം വിറ്റഴിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി പിണറായി സർക്കാരിന് ബാധ്യതയുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഈ കേസിനെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. ശബരിമലയിലെ കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും അതിനാൽ CBI അന്വേഷണം അനിവാര്യമാണെന്നും IB ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ശുപാർശയെ നഖശിഖാന്തം എതിർക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസുമാണ്. എന്തുകൊണ്ടാണ് CBI സർക്കാർ ഇത്രത്തോളം ഭയപ്പെടുന്നത്? സംസ്ഥാന പോലീസിന്റെ അന്വേഷണമാകുമ്പോൾ അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും. അഥവാ ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നത് തടയാം. ഫയലുകൾ തിരുത്താനും തെളിവുകൾ നശിപ്പിക്കാനും എളുപ്പമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് EDയുടെ പ്രാഥമിക നിഗമനം. എന്നാൽ കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് കടത്തിവിടില്ലെന്ന ശാഠ്യത്തിലാണ് പിണറായി സർക്കാർ ഉള്ളത്.
ഇത് കൊള്ളക്കാരെ സംരക്ഷിക്കാനല്ലെങ്കിൽ പിന്നെന്തിനാണ് അല്ലെ? ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ പോലീസ് സന്നാഹമൊരുക്കിയ പിണറായി സർക്കാർ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസികളെ ലാത്തി കൊണ്ട് അടിച്ചമർത്താൻ കാണിച്ച ആവശ്യം എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ളന്മാരെ പിടിക്കാനായി കാണിക്കാത്തത്? ശ്രീകോവിലിന് മുകളിലെ പഴയ ചെമ്പുതകിടുകളും തേക്കുപലകകളും മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിന്റെ മറവിൽ വലിയൊരു ക്രമക്കേട് നടന്നു. പഴയ വസ്തുക്കൾ എവിടെ പോയി എന്നതിന് മറുപടിയില്ല. തേക്കുമരത്തിന്റെ മറവിൽ പോലും കച്ചവടം നടന്നു എന്ന് ഭക്തർ സംശയിക്കുകയാണ്. അയ്യപ്പ ചരിതം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പാളികൾ വരെ കവർന്നവർക്ക് മാപ്പില്ല. ശബരിമലയിലെ സ്വർണം വേർതിരിക്കാൻ ചെന്നൈയിലെ ഒരു സ്വകാര്യ ലാബിനെ തിരഞ്ഞെടുത്തത് തന്നെ വലിയ ദുരൂഹതയാണ്. കേരളത്തിൽ തന്നെ മികച്ച ലാബുകളും KLM പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉള്ളപ്പോ എന്തിനു വേണ്ടിയാണ് തമിഴ്നാട്ടിലേക്ക് ഇത് കൊണ്ടുപോയത്? 2019 ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി മാറ്റുന്നതിന് മുമ്പ് തന്നെ പലതവണ ഇവ മിനുക്കിയതാണ്. ഓരോ മിനുക്കുപണി നടക്കുമ്പോഴും സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മെർക്കുറി ഉപയോഗിച്ച സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ എത്രത്തോളം വെട്ടിപ്പ് നടത്താനായി കഴിയുമെന്നത് വിദഗ്ധർ പരിശോധിക്കേണ്ടതാണ്. ശബരിമലയിലെ സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന IBയുടെ സംശയം എന്തായാലും തള്ളിക്കളയാനാകില്ല. വിദേശയാത്രകൾ നടത്തിയ മന്ത്രിമാരും UAE കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. സന്നിധാനത്തെ സ്വർണം ഉരുക്കി ബിസ്ക്കറ്റുകളാക്കി മാറ്റി വിദേശത്തേക്ക് കടത്താനുള്ള സൗകര്യം സർക്കാരിന്റെ മൗനാനുവാദത്തോടെ നടന്നിട്ടുണ്ടോ? എങ്കിൽ ഇത് ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയായിട്ട് മാറും. ഓർക്കണം, ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം തന്നെ നേരിട്ട് ഒരു ക്ഷേത്രം കൊള്ളയടിക്കുന്നു, അതും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ഈ കേസിൽ ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കകൾ വളരെ വലുതാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് കോടതിയെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് SITയുടെ ശ്രമം. എന്നാൽ IBയുടെ റിപ്പോർട്ട് കോടതിയുടെ മുൻപിലേക്ക് എത്തുമ്പോൾ സർക്കാരിന് മറുപടി പറയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശ യാത്രകളുടെ രേഖകൾ ഇപ്പോൾ SITയുടെ കൈവശമുണ്ട്. അതവർ കോടതിയിൽ സമർപ്പിക്കുമോ അതോ ഭരണപക്ഷത്തിന് വേണ്ടി മുക്കുമോ എന്നാണ് കേരളം അടുത്തതായി ഉറ്റുനോക്കാൻ പോകുന്നത്. സർക്കാർ വെല്ലുവിളിക്കുന്നത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ തന്നെയാണ്. ഭക്തർ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്ന ഓരോ നാണയത്തൊട്ടും വികസനത്തിന് ഉപയോഗിക്കുമെന്ന് പറയുന്നവർ ശ്രീകോവിലിലെ സ്വർണം പോലും വിഴുങ്ങുന്നത് ക്രൂരതയാണ്. ഈ അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയുമാണ്. അപ്പോൾ ശബരിമലയിലെ തങ്കക്കൊള്ളയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ നിഷ്പക്ഷമായ ഒരു CBI അന്വേഷണം തന്നെ വേണം. പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ സംസ്ഥാന ഏജൻസികളെ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അയ്യപ്പന്റെ തിരുമുറ്റത്ത് നടന്ന ഈ മഹാപാതകം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഭരണകൂടത്തിന്റെ ഹുങ്കിൽ സത്യത്തെ എത്ര കാലം മൂടി വെക്കാൻ സാധിക്കും? ശബരിമലയുടെ പകൽക്കൊള്ളയുടെ ബാക്കി പത്രമായി ഇനി എന്തൊക്കെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നത്? കലിയുഗ വരുന്നതിന്റെ നീതിയുടെ ചക്രം തിരിയുമ്പോൾ ഈ കൊള്ളക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വിശ്വാസികൾ ഉണർന്നു കഴിഞ്ഞു. ഇനി പോരാട്ടം അയ്യപ്പന്റെ തിരുമുറ്റത്തെ വിശുദ്ധിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.